ഈശോയ്ക്ക് തിരുഹൃദയത്തിലെ തിരുമുറിവ് കിട്ടിയത് എവിടെ നിന്നാണ്? ഈ തിരുമുറിവിൽ നിന്ന് കരുണ നൽകണമെന്നുള്ള ഹൃദയ വിചാരം ലഭിച്ചത് എവിടെ നിന്നാ? വേറെ എങ്ങുന്നൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിന്ന്. നമ്മൾ ഈ ആഴ്ച 2 തിരുനാളുകൾ അടുത്തടുത്തായിട്ട് ആഘോഷിക്കുകയാണ്. വരുന്ന ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ, അതേ തുടർന്ന് ഞായറാഴ്ച തൊട്ടടുത്ത ദിവസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ. ഈ ഹൃദയ തിരുനാളുകളൊക്കെ ഇങ്ങനെ പരസ്പരം ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിൻ്റെ കരുണയുടെ നന്മ അത് വിമല ഹൃദയത്തിൽ നിന്നാണ് ഈശോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം എന്തുകൊണ്ടാണ് വിമല ഹൃദയം എന്ന് അറിയപ്പെടുന്നത്? അതിൻ്റെ 7 വ്യാകുലങ്ങളാണ് അതിനെ വിമല ഹൃദയമാക്കി മാറ്റിയത്. നമ്മൾ ഇപ്രകാരം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ശ്രവിക്കുന്നുണ്ട്. ശിമയോൻ പരിശുദ്ധ അമ്മയെ നോക്കി ഇപ്രകാരം പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. വാള് കടക്കുന്ന ഹൃദയമൊക്കെ മുറിയപ്പെടുന്ന ഹൃദയമായിട്ട് മാറുന്നുണ്ട്, മുറിവുള്ള ഹൃദയമായിട്ട് മാറുന്നുണ്ട്. ശിമയോൻ പറഞ്ഞ ആ വചനം മുതൽ പിന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ മറ്റ് 6 വ്യാകുലങ്ങൾ കൂടെ, മുറിവുകൾ കൂടെ ഉണ്ടാകുന്നുണ്ട്. ആ മുറിവുകൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ മുറിവാണ് ഇപ്പോൾ പറഞ്ഞത്, ശിമയോൻ്റെയും അന്നയുടെയും പ്രവചനം. 2ാമത്തെ മുറിവായിട്ട് നമ്മൾ കാണുന്നത് ഈജിപ്തിലേക്കുള്ള പലായനം. 3ാമത്തെ മുറിവായിട്ട് നമ്മൾ കാണുന്നത് ഈശോയെ ദേവാലയത്തിൽ നഷ്ടപ്പെടുന്നത്. 4ാമത്തെ മുറിവ് പരിശുദ്ധ അമ്മയും ഈശോയും ആ ഗാഗുൽത്താ മലയിലേക്കുള്ള യാത്രയിൽ, ആ കുരിശു യാത്രയിൽ കണ്ടുമുട്ടുന്നത്. പിന്നെ 5ാമതായിട്ട് ഈശോയുടെ കുരിശിൻ്റെ താഴെ അമ്മ അവൻ്റെ സഹനം കണ്ടുകൊണ്ട് നിൽക്കുന്നത്. 6ാമത്തെ മുറിവ് ഈശോയുടെ മൃതശരീരം തൻ്റെ മടിയിൽ ഏറ്റുവാങ്ങുന്നത്. ഏറ്റവും അവസാനത്തെ വ്യാകുലം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ മുറിവ് ഈശോയെ സംസ്കരിക്കുന്ന ഒരമ്മയുടെ മുറിവ്. ജീവിതത്തിൽ ഇങ്ങനെ മുഴുവനും മുറിവുകൾ കിട്ടിയവളാണ് പരിശുദ്ധ അമ്മ. എവിടെ മുറിവ് കിട്ടിയവള്? ഹൃദയത്തിൽ മുറിവ് കിട്ടിയവള്. അത് ശാരീരികമായിട്ട് മാത്രമല്ല, ജീവിത സാഹചര്യങ്ങളിലൂടെ മാനസികമായിട്ടും ആത്മീയമായിട്ടൊക്കെ മുറിവ് കിട്ടിയവളാണ്. എന്തോരം പേരോട് പരിശുദ്ധ അമ്മയ്ക്ക് ദേഷ്യം കാണിക്കാമായിരുന്നു, വെറുപ്പ് കാണിക്കാമായിരുന്നു, പകരം വീട്ടാമായിരുന്നു. പക്ഷേ മുറിഞ്ഞ ഹൃദയത്തിലൂടെ അമ്മ ഓരോ പ്രാവശ്യവും നൽകാൻ ശ്രമിച്ചത് കരുണയാണ്, സ്നേഹമാണ്, ക്ഷമയാണ്, ധൈര്യമാണ്. ആ ഒരു ധൈര്യമാണ് പിന്നീട് പെന്തക്കോസ്താ തിരുനാൾ വരെ എത്തി നിൽക്കുന്നത്. തൻ്റെ പുത്രനെ ഒറ്റിക്കൊടുത്തവരെയൊക്കെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞവരെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവർക്ക് നൽകുകയാണ്. എങ്ങനെ? മുറിഞ്ഞ ഹൃദയത്തിലൂടെ ഒഴുകിയ കരുണയിലൂടെ. അതുപോലെ നമ്മളുടെ ഹൃദയവും വിമല ഹൃദയമായിട്ട് മാറണം. വിമല ഹൃദയത്തിൽ നിന്നും തിരുമുറിവുള്ള തിരുഹൃദയമായിട്ട് മാറണം.